നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. RSS നേതാവ് കതിരൂരിലെ മനോജ് വധം 4 പേരെ കൂടി പ്രതിചേർത്ത് അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മുഖ്യപ്രതി വിക്രമനെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച കാർ ബക്കളത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തു. ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് CPM മാർച്ച് നടത്തിയത് അഞ്ചരക്കണ്ടി ഏരിയയിലെ പാർട്ടി കൊടിമരങ്ങളും ബോർഡുകളും പോലീസ് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ച്. പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രവർത്തകർ കൊടിമരം സ്ഥാപിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ചെറുകുന്ന് ദാലിൽ മേഖലയിൽ കുടിവെള്ളം കിട്ടാക്കനി. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. മലയോരത്ത് ഗ്യാസ് വിതരണം തോന്നിയതുപോലെ. നടുവിൽ മേഖലയിൽ ഭാരത് ഗ്യാസിന്റെ ഗ്യാസ് സിലിണ്ടർ വിതരണം നിലച്ചിട്ട് മാസങ്ങളായി. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ നടത്തുന്ന 5 ദിന സത്യാഗ്രഹം 2 ദിനം പിന്നിട്ടു. താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക് നിർമ്മാണ തൊഴിലാളികളുടെ മാർച്ച്. വാർത്തകൾ വിശദമായി. കതിരൂർ മനോജ് വധക്കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 പേരെ കൂടി പ്രതിചേർത്ത് അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച പ്രതിപട്ടികയിലെ കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കീഴടങ്ങുമെന്നാണ് സൂചന. RSS നേതാവ് കതിരൂരിലെ മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയും ദേശാഭിമാനി ജീവനക്കാരനും ഉൾപ്പെടെ 4 പേരെ കൂടി പ്രതിചേർത്ത് അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. CPM തോലമ്പ്ര ബ്രാഞ്ച് സെക്രട്ടറി മാലൂർ തോലമ്പ്ര കുന്നുമ്പൽ സിനിൽ നിവാസിൽ സിനിൽ, മാലൂർ മീത്തലെ തച്ചനകത്ത് ബാലകൃഷ്ണന്റെ മകൻ പൂവാടൻ ബിജേഷ് എന്ന ബിജു, മാലൂർ കാവൻമുലയിലെ മീത്തലെ തച്ചനകത്ത് ആണ്ടിയുടെ മകൻ റിജു, ദേശാഭിമാനി ജീവനക്കാരനും കടമ്പേരിയിലെ ഹരി നിവാസിൽ താമസക്കാരനുമായ തളിപ്പറമ്പ് തടിക്കടവ് മണിക്കേൽ പൊക്കന്റെ മകൻ കൃഷ്ണൻ എന്നിവരെ കൂടിയാണ് പ്രതിചേർത്ത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. സിനിൽ, ബിജേഷ്, റിജു എന്നിവർ മനോജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ 7-അംഗ സംഘത്തിലെ അംഗങ്ങളാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിക്രമൻ വാഹനത്തിനു നേരെ ബോംബെറിഞ്ഞ ശേഷം മനോജിനെ ലക്ഷ്യമാക്കി ഓടിയെത്തുമ്പോഴേക്കും ഈ 3 പേരടങ്ങുന്ന 6 പേർ ചേർന്ന് മനോജിനെ വെട്ടിവീഴ്ത്തിയിരുന്നു. വിക്രമൻ വാൾ ഓങ്ങുമ്പോൾ മനോജിന്റെ കഴുത്ത് അറ്റനിലയിൽ കണ്ടതിനാൽ ആക്രമിക്കുന്നത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അക്രമത്തിനിടയിൽ പരിക്കേറ്റ വിക്രമനെ പള്ളിക്കുന്ന് ദേശാഭിമാനിയുടെ മുമ്പിൽ നിന്ന് ആൾട്ടോ കാറിൽ രഹസ്യകേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയത് കൃഷ്ണനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം മുമ്പാകെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കൃഷ്ണനെ നോട്ടീസ് നൽകിയെങ്കിലും ഇയാൾ ഹാജരായിരുന്നില്ല. മുഖ്യപ്രതി വിക്രമനെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബക്കളം സ്വദേശി ഷാജുവിന്റെ വീട്ടിൽ നിന്നാണ് കാർ കസ്റ്റഡിയിലെടുത്തത്. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച പ്രതിപട്ടികയിലെ കൂടുതൽ പേർ വരും ദിവസങ്ങളിൽ കീഴടങ്ങുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിർമ്മാണ തൊഴിലാളികൾ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കണ്ണൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ദേശീയ നിർമ്മാണ തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ പ്രസിഡന്റ് MS കുമാരൻ ഉദ്ഘാടനം ചെയ്തു. മണൽ ഖനന നിരോധന നിയമം പിൻവലിക്കുക, ക്ഷേമനിധി പെൻഷൻ 2000 രൂപയാക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളികൾ താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയത്. കണ്ണൂർ, തളിപ്പറമ്പ്, തലശ്ശേരി, ഇരിട്ടി താലൂക്ക് ഓഫീസുകളിലേക്കാണ് മാർച്ച് നടന്നത്. CITU, INTUC, AITUC, BMS, STU എന്നീ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടന്നത്. കണ്ണൂർ താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് MS കുമാരൻ ഉദ്ഘാടനം ചെയ്തു. K സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. M വേലായുധൻ, അരക്കൻ ബാലൻ, K നാണു, A ബാലകൃഷ്ണൻ, M ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ നടത്തുന്ന 5 ദിന സത്യാഗ്രഹം 2 ദിനം പിന്നിട്ടു. തളിപ്പറമ്പിൽ നടക്കുന്ന സത്യാഗ്രഹം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് K അശോകൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള ഓരോ പൗരനും ഉപജീവനമാർഗം കൈപ്പിടിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിക്ഷിപ്തമാണ്. എന്നാൽ നമ്മൾ പരിപാലനമെന്ന് വിളിക്കുന്ന ഈ ഭരണഘടനയിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഈ നെടുനീള കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ? ഇല്ല. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക,
ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി നേതൃത്വത്തിൽ പഞ്ചദിന സത്യാഗ്രഹം നടത്തുന്നത്. സത്യാഗ്രഹം 2 ദിനം പിന്നിട്ടു. തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സത്യാഗ്രഹത്തിൽ കെ കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. CP മുരളി, മണിയമ്പാറ കുഞ്ഞമ്പു, KT പ്രഭാകരൻ, P മാധവൻ, CP ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. CPM നേതൃത്വത്തിൽ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനോടനുബന്ധിച്ച് സ്റ്റേഷനു മുന്നിൽ കൊടിമരം സ്ഥാപിച്ചു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഒരിടത്തും കാണാത്ത നിയമങ്ങൾ നടപ്പിലാക്കുന്ന പോലീസുകാരാണ് ചക്കരക്കൽ സ്റ്റേഷനിൽ ഉള്ളതെന്ന് MV ജയരാജൻ പറഞ്ഞു. ഭരണകക്ഷിയുടെയും RSSന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് CPMനോട് കളിക്കുന്നതെങ്കിൽ ഭരണം മാറിവരുമെന്നോർക്കുന്നത് നല്ലതാണെന്നും ജയരാജൻ പറഞ്ഞു. പാർട്ടി പ്രചരണ ബോർഡുകൾ നശിപ്പിക്കുന്ന പോലീസ് നടപടിക്കെതിരെയും പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസ് നടപടിക്കെതിരെയുമാണ് ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. MV ജയരാജൻ, KK നാരായണൻ MLA തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വൻ ജനാവലിയാണ് മാർച്ചിൽ അണിചേർന്നത്. പോലീസും കനത്ത സുരക്ഷാ സന്നാഹം ഒരുക്കിയിരുന്നു. ചക്കരക്കൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്റ്റേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ കവാടത്തിനു സമീപം കുത്തിയിരുന്ന് മുദ്രാവാക്യം മുഴക്കി. എടക്കാട് ഏരിയ സെക്രട്ടറി KV ബാലൻ അധ്യക്ഷത വഹിച്ചു. KK രാഗേഷ്, N ചന്ദ്രൻ, K ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടേരി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ബീഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് ഫെഡറേഷൻ CITU നേതൃത്വത്തിൽ നടന്ന മാർച്ച് CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. മിനിമം കൂലി പുതുക്കി നിശ്ചയിക്കുക, വരുമാനപൂരക പദ്ധതി അനുസരിച്ചുള്ള ആനുകൂല്യം അടിയന്തരമായി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചൊവ്വാഴ്ച സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടന്നത്. നമ്മുടെ കൂലി നിശ്ചയിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. പക്ഷേ ആ കൂലി പുതുക്കി നിശ്ചയിക്കാൻ ആവശ്യമായ ഒരു നടപടിയും സംസ്ഥാന ഗവൺമെന്റ് ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. ഒരു 1000 പീടി നിറച്ചാൽ 1000 പീടി നിറക്കാൻ കഴിയുന്നവരുടെ വളരെ പരിമിതമാണ്. 1000 പീടി പൂർണ്ണമായും നിറച്ചാൽ കിട്ടാവുന്ന കൂലി ഒരു 170-175 രൂപയാണ് പൂർണ്ണമായും കിട്ടാവുന്ന കൂലി. എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? ഒരു കുടുംബത്തിന് എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും? അതിൽ കാലോചിതമായ മാറ്റം വരണ്ടേ? മാറ്റം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് നമ്മുടെ രാജ്യത്തെ മിനിമം കൂലി നിശ്ചയിക്കുന്ന 5 വർഷം കൂടുമ്പോൾ പുതുക്കി നിശ്ചയിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. ഇവിടെ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇതേവരെ കൂലി പുതുക്കി നിശ്ചയിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലാളികളുടെ താൽപര്യം സംരക്ഷിക്കാൻ ഇതേവരെ തയ്യാറായിട്ടില്ല. പൂക്കോടൻ ചന്ദ്രൻ, കോട്ടൂർ ഉത്തമൻ, M മോഹനൻ, TP പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് മുയ്യത്ത് CPM പ്രവർത്തകന്റെ കടയുടെ മുന്നിൽ റീത്ത് വെച്ചു. KP മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള KP ട്രേഡേഴ്സ് എന്ന കടയുടെ മുന്നിലാണ് റീത്ത് വെച്ചത്. പോലീസ് കേസെടുത്തു. തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നതെന്ന് കരുതുന്നു. മാവില കൊണ്ട് റീത്തുണ്ടാക്കി ഇതിന് മുകളിൽ പതാകയും വച്ചിട്ടുണ്ട്. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. KP മുഹമ്മദ് കുഞ്ഞിയുടെ ഉടമസ്ഥതയിലുള്ള KP ട്രേഡേഴ്സ് എന്ന കടയുടെ മുന്നിലാണ് റീത്ത് വച്ചിരിക്കുന്നത്. പലതവണയായി പ്രദേശങ്ങളിൽ സാമൂഹ്യ ദ്രോഹികളുടെ വിളയാട്ടം കൂടി വരികയാണ്. രാത്രി കാലങ്ങളിൽ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. മുയ്യം ഭാഗത്ത് CPMന്റെയും DYFIയുടെയും കൊടികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുമുണ്ട്. പ്രചരണ ബോർഡുകളും ബാനറുകളും നശിപ്പിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ഇരിക്കൂർ ടൌണിലെ ഗതാഗത പരിഷ്കാരം താളം തെറ്റുന്നു. 3 റോഡുകൾ യോജിക്കുന്ന ഇരിക്കൂർ പാലത്തിന് സമീപത്തെ ദിശാ ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ട സ്ഥിതിയാണ് ഉള്ളത്. സംസ്ഥാന പാതയിൽ ശ്രീകണ്ഠാപുരത്തു നിന്നും ഇരിക്കൂറിലേക്കും ഇരിട്ടിയിൽ നിന്ന് ശ്രീകണ്ഠാപുരത്തേക്കും ഇരിക്കൂറിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്കുമുള്ള ബോർഡുകളാണ് കഴിഞ്ഞ 1 വർഷം മുമ്പ് ഇരിക്കൂർ പോലീസിന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ചിരുന്നത്. പക്ഷേ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് നശിപ്പിക്കപ്പെടുകയും ചെയ്തു.
എങ്ങോട്ട് പോകണമെന്ന് വാഹനയാത്രക്കാർക്ക് സംശയം ഇതുമൂലമുണ്ടാകുന്നു. പല വാഹനങ്ങളും ദിശ തിരിയാതെ സംശയം കൊണ്ട് നിർത്തിയിടുന്നത് ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. സുരക്ഷാ സംവിധാനത്തിന്റെ ഭാഗമായി CCTV ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ഇതും പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. ട്രാഫിക് പോലീസിനെ ഗതാഗത നിയന്ത്രണത്തിന് മാസങ്ങൾക്ക് മുമ്പ് നിയമിച്ചെങ്കിലും ഇതും പിന്നീട് പിൻവലിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സമീപത്തുള്ള ഓട്ടോ ടാക്സി ജീവനക്കാരാണ് വാഹന ഡ്രൈവർമാർക്ക് സ്ഥലം പറഞ്ഞു കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് ദിശാബോർഡുകൾ സ്ഥാപിച്ച് ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ടാക്സി ജീവനക്കാർ പറയുന്നു. ഇരിക്കൂറിലെ മെയിൻ സർക്കിളാണിത്. ഇതിൽ മുമ്പ് ഇവിടെ ദിശാബോർഡ് ഉണ്ടായിരുന്നു. കണ്ണൂർ, ഇരിട്ടി, തളിപ്പറമ്പ്, ശ്രീനഗർ ഏരിയയിലേക്ക് പോകുന്ന വാഹനങ്ങൾ വഴിയേറിയാതെ ഞങ്ങളോട് ഓട്ടോ ഡ്രൈവർമാരായ ഞങ്ങളോട് അന്വേഷിച്ചിട്ട് അങ്ങനെയൊക്കെ പോകാറ്. അപ്പോൾ അവിടെ വാഹനങ്ങൾ നിർത്തിയെടുക്കുന്നത് അന്വേഷിക്കാൻ വേണ്ടി വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ മൊത്തം ബ്ലോക്കാവുന്ന ഇവിടെ ഉണ്ടാകുന്നത്. അതുകൂടാതെ സ്ഥിരം അപകടം നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണിത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് IMDC ഓട്ടോ തൊഴിലാളി യൂണിയന്റെ പേരിൽ പ്രസിഡന്റായ ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. സ്വകാര്യ മേഖലയിൽ പട്ടികജാതി സംവരണം നിയമത്തിലൂടെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടത്താനിരിക്കുന്ന ഉപവാസ സമരം വിജയിപ്പിക്കാൻ കണ്ണൂരിൽ നടന്ന പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു. S. ജയകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം കോടിയേരി ബാലകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി അദ്ദേഹം ഉന്നയിച്ചു വന്നത് സ്വകാര്യ മേഖലയിൽ സംവരണം കൊണ്ടുവരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഏറ്റെടുക്കാൻ, അത് നാട്ടിൽ പ്രചരിപ്പിക്കാൻ ഒരു മാധ്യമങ്ങളും ആ വാർത്ത കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. കാരണം മാധ്യമങ്ങൾക്കുള്ള പ്രശ്നം അവരും സ്വകാര്യ മേഖലയിലാണ്. അതുകൊണ്ട് മാധ്യമ മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുതാപരമായിട്ടുള്ള മുദ്രാവാക്യമാണ് സ്വകാര്യ മേഖലയിലും സംവരണം. സ്വകാര്യ മേഖലയിലും പട്ടികജാതി സംവരണം നിയമം വഴി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നവംബർ 1 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഉപവാസ സമരം നടക്കും. സമരത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച കണ്ണൂരിൽ പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തക ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. അജയ്കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് T. പവിത്രൻ, E. ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ചെറുകുന്നിൽ കുടിവെള്ളം മുടങ്ങുന്നത് പതിവാകുന്നു. ചെറുകുന്ന് ദാലിൽ നിവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ദാലിൽ വടക്കേ ഭാഗം പ്രദേശങ്ങൾ. ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്ത് ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളമാണ്. പഞ്ചായത്ത് അധികൃതർ കുന്നിൻമതിലകം ക്ഷേത്രത്തിനടുത്ത് സ്ഥാപിച്ച വാട്ടർ ടാങ്കിൽ നിന്നാണ് ഇവർക്ക് കുടിവെള്ളം ലഭിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം വാട്ടർ അതോറിറ്റിക്കാണ്. കൃത്യസമയത്ത് വെള്ളം പമ്പ് ചെയ്യാത്തതാണ് ഇപ്പോഴത്തെ കുടിവെള്ളക്ഷാമത്തിന് കാരണമാകുന്നത്. പഞ്ചായത്ത് കൃത്യമായ തുക വാട്ടർ അതോറിറ്റിയിൽ അടക്കുന്നുണ്ട്. എങ്കിലും അധികൃതരുടെ അനാസ്ഥയിൽ 100ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണെങ്കിൽ എങ്ങുമെത്താത്ത അവസ്ഥയാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി പ്രകാരം കഴിഞ്ഞ വേനൽക്കാലത്ത് തന്നെ വെള്ളം എത്തിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത്. എന്നാൽ കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള യാതൊരു നടപടിയും പൂർത്തിയായിട്ടില്ല. ജനങ്ങളുടെ കുടിവെള്ളക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. കൃത്യമായിട്ട് വെള്ളം വേണം. കിട്ടുന്നുമില്ല, ശരിക്കല്ല, എല്ലാ കൂട്ടുകാർക്ക് ശരിക്കും കിട്ടുന്നില്ല. ചിലപ്പോഴും 5 മണിക്ക്, ചിലപ്പോ 12. ഇന്ന് 10 ആയിട്ടുണ്ടാവും തോന്നുന്നു. എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. അപ്പൊ നമുക്ക് വെള്ളം എടുത്ത് വെക്കാൻ വീടുള്ള ആളും ഉണ്ടാവില്ല. അങ്ങനെ എടുത്ത് കിട്ടുന്നില്ല ശരിക്ക്, കൃത്യസമയത്ത് അടിക്കാത്തതുകൊണ്ട്. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്നില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ പരിസരം പിടിച്ചെടുക്കുന്ന വാഹനങ്ങളാൽ വീർപ്പുമുട്ടുന്നു. ഇരിട്ടി തളിപ്പറമ്പ് സംസ്ഥാന പാതയോരത്താണ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ വാഹനങ്ങൾ ലേലം ചെയ്ത് ഒഴിവാക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. ചെറിയ സ്ഥലപരിമിതി ഉള്ളതിനാൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. 100-ലധികം ചെറുതും വലുതുമായ വാഹനങ്ങൾ ഇരിക്കൂർ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ മണൽ കടത്തുന്ന ലോറിയാണ്. പോലീസ് സ്റ്റേഷൻ കോമ്പൌണ്ടിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതിനാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രൌണ്ടിലും കൂടാതെ സംസ്ഥാന പാതയുടെ ഇരുവശങ്ങളിലുമായാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് പലപ്പോഴും ഗതാഗതക്കുരുക്കിനും കാരണമാകുന്നു. സാധാരണഗതിയിൽ ജില്ലാ പോലീസ് ഡിപ്പാർട്ട്മെന്റും കേസുകൾ കഴിഞ്ഞ വാഹനങ്ങൾ ലേലം ചെയ്ത് വിൽക്കാറുണ്ട്. പക്ഷേ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് ഇതുവരെ നടപ്പിലായിട്ടില്ല. കൂടാതെ വാഹനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ലോഡ് കണക്കിന് മണൽ വാഹനങ്ങളിലും പുറത്തുമായി കൂട്ടിയിട്ട നിലയിലാണ്.
ഇത് ലേലം ചെയ്ത് നൽകുവാൻ അധികൃതർ തയ്യാറായിട്ടുമില്ല. ഇതുമൂലം സർക്കാരിന് ലഭിക്കേണ്ട ലക്ഷക്കണക്കിന് തുകയാണ് നഷ്ടമാകുന്നത്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ഭാരത് ഗ്യാസിന്റെ വിതരണം മലയോരത്ത് മുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഗ്യാസ് വിതരണം കാര്യക്ഷമമല്ലാത്തതിനെതിരെ ഉപഭോക്താക്കൾ മുമ്പ് നിരവധി തവണ പരാതി നൽകിയിട്ടും വിതരണ കാര്യത്തിൽ എഞ്ചിനീയറുടെ സമീപനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നടുവിൽ മേഖലയിലടക്കം ഗ്യാസ് വാഹനവും പ്രതീക്ഷിച്ച് റോഡിലുടനീളം സിലിണ്ടറും വച്ച് ഉപഭോക്താക്കൾ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഓണത്തിന് മുമ്പ് വന്നതാണ് ഗ്യാസ് വാഹനം. കണ്ണൂരിലെ ദേവു ഗ്യാസ് ഏജൻസിയാണ് മലയോരത്ത് വിതരണം നടത്തുന്നത്. വിതരണം രീതിയിൽ ഇവർ നടത്തുന്ന അലംഭാവത്തിനെതിരെ ഉപഭോക്തൃ അദാലത്തിലടക്കം നിരവധി തവണ പരാതി നൽകിയിട്ടും ഒരു മാറ്റവും ഏജൻസിക്കുണ്ടായിട്ടില്ല. ഗ്യാസ് വാഹനം തടയുന്നതുൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങളോ മറ്റോ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകാലം വിതരണം കാര്യക്ഷമമാക്കുമെങ്കിലും വീണ്ടും പഴയപടി തന്നെയായി മാറുകയാണ്. ഭാരത് ഗ്യാസിന്റെ ഏജൻസി ഞങ്ങൾ പല പ്രാവശ്യം പ്രക്ഷോഭം നടത്തിയപ്പോഴും ആ പ്രക്ഷോഭം നടത്തുന്ന ആ സമയത്ത് മാത്രമുള്ള ഒരു ഗ്യാസ് എത്തിക്കുന്ന ഒരു സംവിധാനം മാത്രമായി മാറുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ അധികൃതർ ഭാഗത്ത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഇതിനൊരു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് ഗ്യാസിന്റെ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ട നടപടികൾ അധികൃതർ ഭാഗത്ത് ഉണ്ടാകണം. അല്ലെങ്കിൽ യൂത്ത് ലീഗ് പോലെയുള്ള സംഘടനകൾ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും. 2 മാസം വരെ ഗ്യാസ് വരാതെ ഒരാഴ്ച നമുക്ക് കത്തിക്കാതെ വിളിച്ചാലും എടുക്കുന്നില്ല. ഒറ്റ സിലിണ്ടർ മാത്രമുള്ളവരാണ് വിതരണത്തിലെ അപാകത മൂലം പൊറുതിമുട്ടുന്നത്. വിളിച്ചാൽ ഏജൻസി ഓഫീസിൽ നിന്ന് ഫോൺ പോലും എടുക്കാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു. ഗ്യാസ് വിതരണം ചെയ്യാത്തതിനെതിരെ കഴിഞ്ഞ ദിവസം പൈസക്കരി ഭാഗത്തുള്ള ഉപഭോക്താക്കൾ കണ്ണൂർ താണയിലെ ഏജൻസി ഓഫീസിന് മുന്നിൽ ഉപരോധ സമരവും നടത്തിയിരുന്നു. ഗ്യാസ് വിതരണം കാര്യക്ഷമമല്ലാത്തതിനെതിരെ മുമ്പ് യൂത്ത് ലീഗ്, ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകൾ സമരം നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ രാഷ്ട്രീയക്കാരടക്കം പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. കൈപ്പാട് നെൽകൃഷിയിൽ കൂട്ടായ്മയിലൂടെ വിജയം കൊയ്യുകയാണ് മുള്ളൂരിലെ കതിരമണി JLG ഗ്രൂപ്പ് അംഗങ്ങൾ. 6 അംഗങ്ങൾ ചേർന്ന് 4 ഏക്കറിലാണ് കൈപ്പാട് നെൽകൃഷി ഇറക്കിയത്. ഔഷധഗുണവും ഗുണമേന്മയും ഏറെയുണ്ട് കൈപ്പാടരിക്ക്. എന്നാൽ ഈ കൃഷി ചെയ്യാൻ പലരും ഇപ്പോൾ മുന്നിട്ടിറങ്ങുന്നില്ല. ഇവിടെയാണ് കൈപ്പാട് കൃഷിയിലേക്ക് വളയിട്ട കൈകൾ ഇറങ്ങിത്തിരിച്ചത്. വർഷങ്ങളായി തരിശിട്ട മുള്ളൂരിലെ 4 ഏക്കർ സ്ഥലമാണ് ഇവർ ഇതിനായി തെരഞ്ഞെടുത്തത്. ആരെയും കൂട്ടാതെ ഇവർ സ്വന്തമായി കൃഷിയിലേക്കിറങ്ങി. പരമ്പരാഗത കൈപ്പാട് വിത്തായ ഓർക്കയമ നെല്ലുപയോഗിച്ച് വിത്തിറക്കി. അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതി ഇക്കുറി വിളഞ്ഞത് 100 മേനിയായിരുന്നു. ലീല, നളിനി, പത്മാവതി, ഓമന, രോഹിണി, യശോദ എന്നിവരാണ് കൂട്ടായ്മയുടെ വിജയം തീർത്തത്. കൊയ്ത്തുത്സവം പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ലത ഉദ്ഘാടനം ചെയ്തു. വളമിടാ കൈപ്പാട്ടിൽ ഞങ്ങൾ ഒരു വളവും ഇടുന്നില്ല, കൊത്തല് മാത്രമാണ്. കൊത്തി അതിൽ നാട്ടി നടുന്ന് പിന്നെ കിളപറിക്കുകയും ചെയ്യുന്നു. ഒരു വളവും ചെയ്യാതെ നല്ല ഏറ്റവും കൂടുതൽ നെല്ല് കിട്ടുന്ന കൈപ്പാട്ടിലാണ്. കരക്ക് പണിയെടുത്താലും അതിൽ ഞങ്ങൾ പണം ചെലവാക്കുന്നുണ്ട്. അതിൽ ഇത്രയും നല്ല നെല്ല് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കുടുംബശ്രീക്കാർ നല്ല ഹെൽപ്പാണ്. എല്ലാവരും ഞങ്ങളെ നല്ല ഇതായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ കുടുംബശ്രീക്കാരും നമ്മളെ ഒന്നിനൊന്നായിട്ട് നെൽകൃഷിനെ പറ്റിയിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എൻ്റെ കുടുംബശ്രീയിൽ. അവരിപ്പം പുതുതായിട്ട് ഇക്കൊല്ലം നമ്മളത് കണ്ടിട്ട് 2-3 പേര് ഇക്കൊല്ലം പുതുതായിട്ട് നെൽകൃഷിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പറമ്പിലാണ് കൃഷി നടത്തിയിട്ടുള്ളത്. ഇനി അവർ വരുന്ന വർഷം കണ്ടത്തിലേക്കായിട്ട് ഇറങ്ങാൻ വേണ്ടി ഈ വർഷം എല്ലാവരും താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. CDS ചെയർപേഴ്സൺ P. ബിന്ദു അധ്യക്ഷത വഹിച്ചു. PP ഇന്ദു, PV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച JLG ഗ്രൂപ്പിനുള്ള 2ാം സ്ഥാനത്തിനുള്ള പുരസ്കാരവും ഇവർ നേടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കൈപ്പാട് നിലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനവും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. സീൽ TVയിലെ സാന്ത്വനം പരിപാടിയിൽ കാണിച്ച പൂവത്തെ രാജുവിന്റെ കുടുംബത്തിന് സഹായഹസ്തവുമായി കുടുംബശ്രീ പ്രവർത്തകർ എത്തി. കരുവഞ്ചാൽ മണ്ണാട്ടി ചൈതന്യ കുടുംബശ്രീ അംഗങ്ങളാണ് തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പച്ചക്കറിയും അരിയും മറ്റ് സാധനങ്ങളുമായി രാജുവിന്റെ വീട്ടിലെത്തിയത്. വീടിന്റെ മുകളിലേക്ക് ചാഞ്ഞ റബ്ബർ മരത്തിന്റെ കൊമ്പ് മുറിക്കുന്നതിനിടെയാണ് രാജു താഴേക്ക് വീണ് നട്ടില് തകർന്ന് കിടപ്പിലായത്. രാജുവിന് എഴുന്നേൽക്കാൻ പറ്റാതായതോടെ കുടുംബം മുഴുപട്ടിണിയിലേക്കും മരുന്നിന് പോലും വക കണ്ടെത്താനാവാത്ത അവസ്ഥയിലുമായി. പ്ലാസ്റ്റിക് ഷീറ്റിട്ട കട്ടമുറി വീടിൽ കഴിയുന്ന ഇവരുടെ ദുരന്ത ജീവിതം സീൽ TVയുടെ സാന്ത്വനം പരിപാടിയിലൂടെയാണ് ലോകമറിഞ്ഞത്. ഇതോടെ സഹായവുമായി നിരവധി പേർ എത്തുന്നുണ്ട്. കരുവഞ്ചാൽ മണാട്ടി ചൈതന്യ കുടുംബശ്രീ പ്രവർത്തകർ തങ്ങൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും അരിയും പലവ്യഞ്ജനങ്ങളുമായി എത്തി ഇവർക്ക് കൈമാറി.
കൂടാതെ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ KM മാത്യു ഫൗണ്ടേഷനും പഞ്ചായത്ത് സാംസ്കാരിക വേദിയും ചേർന്ന് മികച്ച കുടുംബശ്രീയായി ഇവരെ തെരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ കിട്ടിയ പണവും ഇവർ ഈ കുടുംബത്തിനായി സമർപ്പിച്ചു. രാജുവിന്റെ വീട്ടിലെത്തണമെങ്കിൽ റോഡിൽ നിന്നും കിലോമീറ്റർ നടക്കണം. 18 അംഗങ്ങളുള്ള കുടുംബശ്രീ പ്രവർത്തകരിൽ 10 പേർ തലച്ചുമടായാണ് സാധനങ്ങളെല്ലാം വീട്ടിലെത്തിച്ചത്. ദുരിതം അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്നത് സഹായിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. ആന്തനം പരിപാടിയിൽ ഈ ഇത് കണ്ടു, നിങ്ങൾ പ്രക്ഷേപണം ചെയ്ത് ഈ പരിപാടി കണ്ടു. അപ്പോൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് തോന്നി ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ കുടുംബശ്രീ കൂടിയപ്പോൾ ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നു. പിന്നെ ഈ വർഷം പുതുതായിട്ടൊരു ഏറ്റവും നല്ല കുടുംബശ്രീ തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിന്. അതിൽ ഏറ്റവും നല്ല കുടുംബശ്രീ ആയിട്ട് തെരഞ്ഞെടുത്ത് ഞങ്ങളുടെ കുടുംബശ്രീ, ചൈതന്യ കുടുംബശ്രീ. അതിൽ നിന്ന് ഞങ്ങൾ ആ തുക ഇവർക്ക് ചികിത്സാ സഹായമായിട്ട് കൊടുക്കാൻ ജീവകാരുണ്യ പ്രവർത്തനം മറ്റെന്തൊക്കെയും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ആ ഏരിയയില് നമ്മളെ കുടുംബശ്രീയിൽ പെടുന്നവർക്ക് നമ്മൾ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വീട് പണിയുമ്പോഴെല്ലാം നമ്മളാലാവുന്ന സഹായങ്ങൾ. ഓട് കുറവാണ് നമ്മളെ വീട് ഇരിക്കുന്ന ഭാഗത്തേക്ക്. അപ്പൊ നമ്മള് കട്ട, ഓട്, മണല് അങ്ങനെയെല്ലാം ചുമന്ന് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ രോഗികൾക്ക് നമ്മളാലാവുന്ന ചികിത്സാ സഹായം കുറേശ്ശെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ 5ാം വാർഡാണ് മണാട്ടി. 5ാം വാർഡ് ADS സെക്രട്ടറി ഷൈനി കുര്യൻ, ചൈതന്യ കുടുംബശ്രീ സെക്രട്ടറി ഭാർഗവി മുകുന്ദൻ, പ്രസിഡന്റ് NT സാലി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു എത്തിയത്. തളിപ്പറമ്പ് 7ാം മൈലിൽ പ്രവർത്തിക്കുന്ന സഞ്ജീവനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരുടെ സേവനവും ഇവർക്ക് ആശ്വാസം പകരുന്നുണ്ട്. ഈ കുടുംബശ്രീ പ്രവർത്തകർ നന്മകൾ പൂക്കുന്ന മനസ്സുമായാണ് എത്തിയത്. അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ അതിലൊരംശം ഇവർ ഇത്തരം മനസ്സുകൾക്കായി മാറ്റിവെക്കുന്നു. ഞങ്ങൾ സാന്ത്വനം പ്രവർത്തകർ ഇവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മാതൃക മറ്റ് കുടുംബശ്രീ അംഗങ്ങളും സ്നേഹ മനസ്സുകളും ഏറ്റെടുത്താൽ ഏറെ നന്ന്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടിംബേഴ്സിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് കണ്ണൂരിൽ സ്വീകരണം നൽകി. കണ്ണൂർ കാൽടെക്സ് ജംഗ്ഷനിലാണ് സ്വീകരണ പരിപാടി നടന്നത്. സിവിൽ സപ്ലൈസിൽ താലൂക്ക് സിവിൽ സപ്ലൈസ് ഓഫീസർ 5 ലക്ഷം, ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസർ 8 ലക്ഷം, റേഷനിംഗ് കൺട്രോളർ 10 ലക്ഷം പരസ്യമായി ലേലം വിളിക്കുക. ഇവിടെ എവിടെയാണ് സ്ഥലം മാറ്റത്തിന് മാറുമെന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ, ആഭ്യന്തര വകുപ്പിൽ അടക്കം സ്ഥലം മാറ്റത്തിന് കൊടിയ അഴിമതി നടക്കുകയാണ്. ഈ സിവിൽ സർവീസിനെ ഇങ്ങനെ മാറ്റിയെടുത്ത് അഴിമതിയും സ്വജനപക്ഷപാതവും ഒരു ഭാഗത്ത്, കെടുകാര്യസ്ഥയും മറുഭാഗത്ത് എന്നിട്ട് നിലപിക്കുകയാണ്. ഇതിന്റെ പാപഭാരം മുഴുവൻ കേരളക്കരയിൽ ജനിച്ചു വീഴുന്ന കൊച്ചുകുട്ടികൾ അവർ വഹിക്കണം എന്നാ പറയുന്നത്. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ നടക്കുന്നത്. ഒക്ടോബർ 12 മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച ജാഥ 31 പാറശാലയിൽ സമാപിക്കും. A. ശ്രീകുമാർ നയിക്കുന്ന ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ AK ഉണ്ണികൃഷ്ണനാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പാപ്പനിശ്ശേരി LP സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. KM ഷാജി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറിയ കക്കരകളൊന്ന് വയലിലൊക്കെ ഉണ്ടാവുന്ന ഒറ്റപ്പെട്ടു വരുന്ന നെല്ലുകൾ വൃത്തിയെടുത്തിട്ട് അത് ചുടുന്ന പോലെ വേവിച്ചിട്ട് അത് തിന്നാണ്. അങ്ങനെ കുറെ ഒരു ജീവിതത്തിലെ ഒരു നന്മ തുടങ്ങിയ കാലം അറിയാത്ത ഒരു നൊസ്റ്റാൾജിയാണ് ഒരു കാലം. പുതിയ തലമുറയ്ക്ക് കൃഷിയുടെ ആവശ്യകത മനസ്സിലാക്കുന്നതിനായാണ് നെൽകൃഷി നടത്തിയത്. സ്കൂൾ വളപ്പിലെ 8 സെന്റിൽ ഉമ എന്ന നെൽവിത്തിനമാണ് കൃഷി ഇറക്കിയത്. കൃഷിവകുപ്പിൽ നിന്ന് ഇവർക്ക് സഹായങ്ങൾ ലഭിച്ചിരുന്നു. ജൈവവളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. നെൽകൃഷിയുടെ ഓരോ ഘട്ടവും അധ്യാപകരുടെ സഹായത്തോടെ കുട്ടികൾ മനസ്സിലാക്കി. പരിപാടിയിൽ കുട്ടികൾ നാട്ടിപ്പാട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക KM ഇന്ദിര, പഞ്ചായത്ത് പ്രസിഡന്റ് C റീന, PP മാലിനി, കോട്ടൂർ ഉത്തമൻ, KT രമ, KP നജിമുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പനിശ്ശേരി. കരിമ്പം ഫാമിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങിയ കൃഷിവകുപ്പിന്റെ ബസ് തുരുമ്പെടുത്ത് നശിച്ചു. ഇത് ലേലം ചെയ്തു കൊടുക്കാൻ പോലും തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധമുയരുന്നു. കരിമ്പം ഫാമിനകത്താണ് കൃഷിവകുപ്പിന്റെ ബസ് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പഴയ വണ്ടിയാണെങ്കിലും ഏതാനും വർഷങ്ങൾ മാത്രമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്.
ചെറിയ തകരാർ വന്നതോടെ ബസ് പറമ്പിൽ ഉപേക്ഷിച്ചു. ഇത് തുരുമ്പെടുത്ത് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ബസ് മുഴുവൻ കാട് മൂടിയിരിക്കുകയാണ്. മണ്ണു പരിശോധന ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇതിനുള്ളിൽ ഒരുക്കിയിരുന്നു. ഇതും പൂർണ്ണമായും നശിച്ചു. ഈ ബസ് ലേലം ചെയ്തു കൊടുക്കുവാൻ പോലും ബന്ധപ്പെട്ട അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ ലക്ഷങ്ങളാണ് പാഴായതും. ന്യൂസ് ബ്യൂറോ, തളിപ്രമ്പ. സംസ്ഥാനത്ത് അനുവദിച്ച റോഡുകളിൽ മുടങ്ങിക്കിടന്ന റോഡുകൾക്ക് കേന്ദ്രം അനുവദിച്ച തുകയേക്കാൾ അധിക തുക കഴിഞ്ഞ LDF സർക്കാർ നൽകാത്തതിനാലാണ് റോഡുകളുടെ പണി പൂർത്തിയാകാഞ്ഞതെന്ന് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് PT മാത്യു പറഞ്ഞു. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വന്നതിനുശേഷം പുതുതായി റോഡുകളൊന്നും അനുവദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം 2001 മുതൽ 2008 വരെ അനുവദിച്ചതും എന്നാൽ പണി ആരംഭിക്കാത്തതുമായ 256 റോഡുകൾക്ക് 2010 SORൽ എസ്റ്റിമേറ്റ് പുതുക്കി പരമാവധി 42% ടെൻഡർ എക്സസ് നൽകി 155 റോഡുകളുടെ പണി ആരംഭിക്കുവാനും അതിൽ 100ഓളം റോഡുകൾ പൂർത്തീകരിക്കുകയും ചെയ്തു. SOR പുതുക്കിയതിനും 42% അധികം നൽകിയതിനുമായി വരുന്ന തുക സംസ്ഥാന സർക്കാരാണ് വഹിച്ചത്. സംസ്ഥാനത്തിന് അർഹമായ റോഡുകളുടെ വിഹിതം ലഭിക്കാത്തത് UPA നേതൃത്വം നൽകിയ കേന്ദ്ര സർക്കാരിൽ UDF സർക്കാർ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഫേസ് 8 ഒന്നാം ബാച്ചായി 746 കിലോമീറ്റർ നീളത്തിൽ 320 റോഡുകൾ അനുവദിച്ചു. തുടർന്ന് ഫേസ് 8 2ഉം 3ഉം ബാച്ചായി 1542 കിലോമീറ്റർ നീളത്തിൽ 95 റോഡുകളും UPA സർക്കാർ അനുവദിച്ചു. ഈ റോഡുകൾക്കെല്ലാം കൂടി കേന്ദ്ര സർക്കാർ 700 കോടി രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫിന്റെയും നിരന്തരമായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡുകൾ UPA സർക്കാർ അനുവദിച്ചത്. ഈ പ്രവൃത്തികൾക്കും മുടങ്ങിക്കിടന്നതിൽ പൂർത്തീകരിക്കാത്ത റോഡുകൾക്ക് 2012 SORനുമേൽ 31% അധികം നൽകി ടെൻഡർ നടപടി 9/10/2014 പൂർത്തീകരിച്ചത്. UPA സർക്കാരിന്റെയും UDF സർക്കാരിന്റെയും ശ്രമഫലമായി ടെൻഡർ വിളിച്ച് പണി ആരംഭിക്കുവാൻ പോകുന്ന മണ്ഡളം പോത്തുംകുണ്ട് റോഡ്, പയ്യാവൂർ ആലിഞ്ചുവട് മുത്താറിക്കുളം റോഡ്, അത്തിയിൽ പുന്നാട് ഈസ്റ്റ് റോഡ്, അരങ്ങം ആലക്കോട് ബൈപ്പാസ് റോഡ്, മുതുശ്ശേരിത്തട്ട് പരപ്പ സെൻട്രൽ റോഡ്, വിളക്കന്നൂർ കാണിക്കത്തോട് റോഡ്, നായാട്ടുപാറ കാരാറമ്പ റോഡ്, പാടിച്ചാൽ കുണ്ടുവാടി റോഡ് എന്നീ റോഡുകൾ MP PK ശ്രീമതിയുടെ ശ്രമഫലമായിട്ടാണ് തുടങ്ങുവാൻ സാധിച്ചതെന്ന അവകാശവാദം തികച്ചും അപഹാസ്യമാണെന്നും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് PT മാത്യു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇരിക്കൂർ ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സമിതി നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ CH മേമി ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് പറയേണ്ടത്, ഒരു അശ്രദ്ധയുടെയോ മടിയുടെയോ ഫലമായിട്ടാണ് നമ്മളിങ്ങനെ രോഗാതുരത്തില് രോഗികളായി മാറുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ കേരളത്തിന് വളരെ എളുപ്പം സ്വയം പര്യാപ്തമാകാൻ കഴിയുന്ന മേഖല പച്ചക്കറി രംഗത്തുള്ള ഉൽപാദന മേഖലയാണ്. രണ്ട് രംഗത്ത് നമുക്ക് എളുപ്പത്തിൽ സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ കഴിയും. അത് രണ്ടും കാർഷിക മേഖല തന്നെയാണ്. അതിലൊന്ന് പച്ചക്കറി ഉൽപാദന മേഖല, മറ്റൊന്ന് ക്ഷീര വ്യവസായ മേഖലയാണ്. മയ്യിൽ ബസ് സ്റ്റാൻഡിലാണ് ഇരിക്കൂർ ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സമിതി നേതൃത്വത്തിലുള്ള പഴം പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ മയ്യിൽ പഞ്ചായത്ത് പ്രസിഡന്റ് M പത്മാവതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൃഷി ഓഫീസർ PC ധൻരാജ് ആദ്യ വിൽപ്പന നടത്തി. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ KK സോജൻ പദ്ധതി വിശദീകരിച്ചു. ഇരിക്കൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ KI ഷെരീഫ്, മാർക്കറ്റിംഗ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലാൽ T ജോർജ്, ഹോർട്ടികോർപ്പ് ജില്ലാ മാനേജർ CS ജിജീഷ്, ഇരിക്കൂർ ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സമിതി പ്രസിഡന്റ് KC ഗോവിന്ദൻ, മയ്യിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രമേശൻ, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ഓമന, പഞ്ചായത്ത് അംഗം K രാമചന്ദ്രൻ, A ബാലകൃഷ്ണൻ, TO നാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനം കണ്ണൂർ ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KS സരള ഉദ്ഘാടനം ചെയ്തു. ഒരു രാഷ്ട്രാധികാര സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു ജനവിഭാഗം, ഒരു സമൂഹം, അതിലെ വിവിധ ജനവിഭാഗങ്ങളുടെ കുടുംബ ഭദ്രത അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം എല്ലാ നയങ്ങളും രൂപീകരിക്കാൻ. ഈ തൊഴിൽ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഒരു സംഘടന രൂപീകൃതമാകുന്നത്? ഒരു സംഘടന രൂപീകൃതമാകുന്ന കൃത്യമായ ഫോക്കസോടുകൂടിയാണ്, ലക്ഷ്യത്തോടുകൂടിയാണ്. ആ സംഘടനയ്ക്ക്, സംഘടനയിലുള്ളവർക്ക്, ആ തൊഴിൽ വ്യാപരിക്കുന്നവർക്ക്
ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് മാത്രമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. അത് പ്രത്യേകിച്ച് 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദമാവുമ്പോൾ കൃത്യമായി നമുക്കറിയാം സങ്കീർണമായിരിക്കും. കണ്ണൂർ മേഖലാ പ്രസിഡന്റ് വി പി രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വത്സൻ അഴീക്കോട്, പി വി അനിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം എം വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം കെ വി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പി നിഷാന്ത് അനുശോചന പ്രമേയവും പി ടി കെ രജീഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് ശ്രീകണ്ഠപുരത്ത് സ്വീകരണം നൽകി. 2013 ജനുവരി മാസം 8 മുതൽ 13 വരെ കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തിയ ഐതിഹാസികമായ പണിമുടക്കം. ആ പണിമുടക്കിൽ ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള നടപടികൾ എടുത്തുപയോഗിക്കുകയായിരുന്നു. ഒട്ടനവധി ജീവനക്കാർക്കെതിരെ കള്ളക്കേസെടുത്തു. വ്യാപകമായി സസ്പെൻഷൻ നടപടികൾ, സ്ഥലം മാറ്റം എന്നുവേണ്ട ഗവൺമെന്റിന് ചെയ്യാൻ ബാക്കിയൊന്നുമില്ല. എന്നിട്ടും ശരി, ആ പണിമുടക്ക രംഗത്ത് നിന്ന് ഞങ്ങൾ ഉറച്ചു നിന്നത് ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. UDF ഗവൺമെന്റിന്റെയും ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെയും ധാരണ തങ്ങളെ ഒരു 100 വർഷക്കാലത്തേക്ക് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന നടപടികളാണ് ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കേരളത്തിൻ്റെതെന്ന് അഭിമാനിക്കാൻ കഴിയാവുന്ന എല്ലാത്തിനെയും വിറ്റുതുറയ്ക്കുക എന്നതാണ്. വൈസ് ക്യാപ്റ്റൻ എ കെ ഉണ്ണികൃഷ്ണൻ, കെ ശിവകുമാർ, എൻ വി മത്തായി, പി മാധവൻ എന്നിവർ സംസാരിച്ചു. ശ്രീകണ്ഠപുരം സെന്റർ ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. JCI തളിപ്പറമ്പ് ഗോൾഡൻ ഡ്രീംസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ എന്ന വിഷയത്തിൽ ചർച്ചാ ക്ലാസ് സംഘടിപ്പിച്ചു. കണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. 3 വയസ്സുള്ള കുട്ടി മുതൽ 75 വയസ്സുള്ള ആമൂമ്മമാർ വരെ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? രക്ഷകനാവേണ്ട അച്ഛനായാലും മാനവാക്കേണ്ട ആമയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒച്ചകെട്ടാൽ ഓടിയെത്തേണ്ട അയൽവാസിയായാലും പഠനവും പഠിപ്പിക്കലും തപസ്യാക്കിയിട്ടുള്ള അധ്യാപകനായാലും പിന്നെ മുലപ്പാലിന്റെ ആ നിർബന്ധം മാറാതെ സൂക്ഷിക്കേണ്ട കുട്ടികൾക്കായാലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെ തുടങ്ങട്ടെ നമ്മുടെ ചർച്ചകളുടെ തുടക്കം. JCI ഗോൾഡൻ ഡ്രീംസ് പ്രസിഡന്റ് സുബൈർ സൂപ്പർവിഷൻ അധ്യക്ഷത വഹിച്ചു. PC വിജയരാജൻ വിഷയാവതരണം നടത്തി. MK മനോഹരൻ മോഡറേറ്ററായി. റംല പക്കർ, CT ആയിഷ, മോളി, നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മയ്യിൽ പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കലാകായിക മത്സരങ്ങളിൽ കാവിൻമൂല, പട്ടറേത്ത് അപ്പനു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓവറോൾ ചാമ്പ്യന്മാരായി. ഒക്ടോബർ 4 കലാകായിക മത്സരങ്ങളോടെയാണ് മയ്യിൽ പഞ്ചായത്ത് കേരളോത്സവത്തിന് മയ്യിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായത്. കലാകായിക മത്സരങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടി മയ്യിൽ കാവിൻമൂല, പട്ടറേത്ത് അപ്പനു സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം ഓവറോൾ ചാമ്പ്യന്മാരായി. പവർ സ്പോർട്സ് ക്ലബ്ബ് 2ാം സ്ഥാനം കരസ്ഥമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് M പത്മാവതി വിജയികൾക്ക് സമ്മാനം നൽകി. വൈസ് പ്രസിഡന്റ് PP രമേശൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. തളിപ്പറമ്പ് കീഴാറ്റൂർ കോട്ടേശ്വരം ശിവക്ഷേത്രത്തിൽ വാരൂട്ട് നടന്നു. നിരവധി പേരാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയത്. അതിപുരാതനമായ ക്ഷേത്രമാണ് കോടേശ്വരം ശിവക്ഷേത്രം. ഈ വർഷത്തെ പാതൂട്ട് ചടങ്ങാണ് ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടിയത്. പൂന്തോട്ടത്ത് പുടയൂർ ഇല്ലത്ത് പാണ്ഡുരംഗൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. അന്നദാനവും നടന്നു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കാളികളാവാനെത്തി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും.
RSS നേതാവ് കതിരൂരിലെ മനോജ് വധം 4 പേരെ കൂടി പ്രതിചേർത്ത് അന്വേഷണ സംഘം ജില്ലാ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മുഖ്യപ്രതി വിക്രമനെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച കാർ ബക്കളത്ത് നിന്നും കസ്റ്റഡിയിലെടുത്തു. ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് CPM മാർച്ച് നടത്തിയത് അഞ്ചരക്കണ്ടി ഏരിയയിലെ പാർട്ടി കൊടിമരങ്ങളും ബോർഡുകളും പോലീസ് നീക്കം ചെയ്തതിൽ പ്രതിഷേധിച്ച്. പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രവർത്തകർ കൊടിമരം സ്ഥാപിച്ചു. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. ചെറുകുന്ന് ദാലിൽ മേഖലയിൽ കുടിവെള്ളം കിട്ടാക്കനി. നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക്. മലയോരത്ത് ഗ്യാസ് വിതരണം തോന്നിയതുപോലെ. നടുവിൽ മേഖലയിൽ ഭാരത് ഗ്യാസിന്റെ ഗ്യാസ് സിലിണ്ടർ വിതരണം നിലച്ചിട്ട് മാസങ്ങളായി. നിരവധി തവണ പരാതികൾ നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി നേതൃത്വത്തിൽ നടത്തുന്ന 5 ദിന സത്യാഗ്രഹം 2 ദിനം പിന്നിട്ടു. താലൂക്ക് ആസ്ഥാനങ്ങളിലേക്ക് നിർമ്മാണ തൊഴിലാളികളുടെ മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.